വന്ദനയും ജഗനും പാവം. പക്ഷേ ആ കുറുപ്പിന് വന്ദനാന്റെ ഇഷ്ടമല്ല. ആ ദേഷ്യമൊക്കെ മോളോട് കാണിക്കും. അന്ന് എന്റെ സ്കൂൾ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് എറിഞ്ഞു. അത് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, വന്ദനയോടുള്ള വെറുപ്പ് കൊണ്ടാ. മോള് വന്ദനയോടൊപ്പം അവിടെ പോയി നിന്നാ വന്ദന അവിടെ ഇട്ട് അവര് പെടാപ്പാട് പെടുത്തു. ഹരിതാന്റെ ഉണ്ടല്ലോ അവിടെ. പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ഹരിതയ്ക്കും വന്ദനയോട് ദേഷ്യ. മോള് വാ, പുറകുവശത്ത് വന്ന് ഗൂഗിളിന്റെ കൂടെ ഇരുന്ന് കളിക്കും. സുചിത്ര ആന്റി ചെല്ല്, ഞാൻ വന്നേക്കാം. ഇറങ്ങാൻ വരട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പ്രസവം കഴിയുന്നത് വരെ നിന്റെ അമ്മയും അച്ഛനും അച്ഛമ്മയും ഒക്കെ നിന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയും. നീ അത് സമ്മതിക്കരുത്. പിന്നെ സൂക്ഷിക്കേണ്ട സമയമാണെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരോടും അടുത്തിടപഴകുകയൊന്നും വേണ്ട. പലർക്കും പല അസുഖങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ കാണും. ഇവിടെ അങ്ങനെ ആർക്കും ഒന്നുമില്ല. ഏട്ടൻ എന്താ വെറുതെ ഇങ്ങനെയൊക്കെ? ഏതായാലും നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിച്ചല്ലേ പറ്റൂ. ആ ഇറങ്ങ. വർഷാന്റി ആഹാ, ദിയക്കുട്ടിക്ക് സുഖാണോ? സുഖാണെങ്കിലേ അങ്കിളിനോ? പരമസുഖം. ഇത് ദിയമോൾക്ക്. താങ്ക് യു അങ്കിൾ. അങ്കിളിനോടും ആന്റിയോടും ദിയമോൾക്ക് ഒരു സർപ്രൈസ് ന്യൂസ് പറയാനുണ്ട്. എന്താ അത്? വർഷാന്റിയുടെ വയറ്റിലെ വാവയ്ക്ക് ദിയമോള പേരിടാൻ പോകുന്നത്. ആഹാ, ഒരു പേര് വിട്ടു കഴിഞ്ഞു. എന്താ അത്? കേക്കട്ടെ. കിട്ടൂസ്. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയാ വല്ലവന്റെ കൊച്ചിന് പേരിടുന്നതേ നാട്ടുകാരാ. ചക്കി, ചക്കുടു, പക്രു, ഉണ്ണിക്കുട്ടൻ. തന്തയും തള്ളയൊക്കെ വായി നോക്കിയിരിക്കണം. ഏട്ടാ, എന്താ ഇത്? ഞാൻ പറഞ്ഞതോ. അച്ഛാ, ഇത് കണ്ടോ? അങ്കിള് തന്നതാ. എന്താ മക്കളെ രണ്ടാളും വൈകിയത്? പെണ്ണുങ്ങളുടെ കാര്യമല്ലേ അച്ഛാ, ഒന്ന് ഒരുങ്ങി തീരണ്ടേ. ഇനി തുണിക്കടയിലോ മറ്റോ കയറിയാ അന്നത്തെ ദിവസം ആണുങ്ങളുടെ കാര്യം പോക്കാം. ഏട്ടാ, പക്ഷെ അങ്ങനല്ല കേട്ടോ. വാ 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 വാ. വര് വര്, വാ കയറിയിരിക്കാം. ആ അച്ഛാ, ഞാനിവിടെ ഇരുന്നോ? ഇവിടെ സുഖം. വാമോളെ. പ്രകാശളി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, നമുക്കെന്ത് വിശേഷം, അങ്ങനെ അങ്ങ് പോകുന്നു.
അങ്ങനെയൊക്കെ പോയാ മതിയോ? നമുക്കൊന്ന് ഹാപ്പി ആവട്ടെ. ആ അളിയ, ആ അളിയൻ ഇവിടെ ഉണ്ടായിരുന്നോ? മോളെ, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. പ്രശ്നങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ്? ഹരിതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അളിയനിങ്ങ് കൂട്ടിക്കൊണ്ടുവാ. അല്ല, പ്രകാശന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തതുപോലെ. സന്തോഷക്കുറവുള്ളതുകൊണ്ട് അത് മുഖത്ത് കാണുന്നു എന്ന് പറയുന്നതാ ശരി. പിന്നെ വിക്രം അന്യനല്ലല്ലോ, അതുകൊണ്ടൊന്നും മറച്ചു വയ്ക്കുന്നുമില്ല. ഈ വീട്ടിലിപ്പോ രണ്ടടുക്കളയാ. രണ്ടടുക്കള? പ്രകാശേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? രണ്ടടുക്കളയെന്നോ? അതെ, ഈ വീട്ടിലിപ്പോ രണ്ട് വാടകക്കാരാ. രണ്ട് വാടകക്കാരോ? അതെ, ഞാനും എന്റെ കുടുംബവും സെപ്പറേറ്റ് വാടക കൊടുക്ക ഇപ്പോ. ഒന്നുമില്ല മോനെ, വീട്ടിലെ ചെലവുകള് പ്രകാശൻ കൂടി നോക്കണമെന്ന് പറഞ്ഞപ്പോ പ്രകാശന്റെ വാശിക്ക് അവൻ രണ്ടായിട്ട് പാചകം തുടങ്ങി. അത്രേ ഉള്ളൂ. എച്ചിക്കണക്ക് പറയുന്ന ആരായാലും അതിനുള്ള മറുപടി ഉടനെ കൊടുക്കുന്നതാ എന്റെ രീതി. എങ്കിൽ ഇവൻ ജനിച്ച അന്ന് മുതലുള്ള കണക്കുകൾ ഞാൻ എഴുതി വെക്കണമായിരുന്നല്ലോ. ഒരു മകനുണ്ടായാൽ അതിനെ വളർത്തി വലുതാക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കുള്ളതാണ്. അതിന്റെ കണക്കെടുപ്പൊന്നും പറയാൻ നിൽക്കരുത്. എടാ, കല്യാണം കഴിഞ്ഞ അച്ഛയും കൊണ്ട് വേറെ വീട് മാറണമായിരുന്നു. അല്ലാതെ അച്ഛന്റെ കാശ് മുടിപ്പിക്കാൻ സ്വന്തം വീട്ടിൽ തൂങ്ങിപ്പിടിച്ച് ഇങ്ങനെ കിടക്കരുത്. ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും മകനും ഇവിടെ താമസിച്ചതായി കുറ്റം. ഇന്ന് വരെ ഞാനൊരു കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ തൊട്ടതിനും പിടിച്ചതിനും കണക്ക് പറഞ്ഞ് ഈ കുടുംബത്തിലെ ഒരടുക്കളയിൽ തന്നെ രണ്ട് പാചകം ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തനാ. ഇപ്പൊ എങ്ങനെ എല്ലാത്തിന്റെ വിലയൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? എന്തറിയാൻ, എന്റെ ഭാര്യയുടെയും മകന്റെയും ചെലവ് വഹിക്കാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഒരുത്തരിക്കുന്ന കണ്ടില്ലേ? ജോലിയില്ല, കൂലിയില്ല. വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ഭാര്യയാണെങ്കിലോ സ്വന്തം വീട്ടിലും. എന്നിട്ടും ഓസിൽ നിന്ന് കഴിയാ ഇവിടെ. ഞാൻ എന്നോട് ഇറക്കാനൊന്നും വന്നില്ലല്ലോ. ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വീതം ഞാൻ കൊടുത്തിരിക്കും. കാര്യം നിസ്സാരാണെങ്കിലും ഒരു വീട്ടില് രണ്ടടുക്കള, അതെന്തായാലും ശരിയാവില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ച് താമസിക്കുന്നത് ഈ വീടിന്റെ ഐശ്വര്യം. ഇതൊക്കെ സുചിത്രയുടെ സമ്മതിച്ചല്ലോ. ഏട്ടത്തി പ്രകാശേട്ടനെ പോലെ അല്ലായിരുന്നല്ലോ. പ്രകാശ് അങ്കിൾ ദേ പിണങ്ങിപ്പോയി. മോളെ, അമ്മേ, പക്ഷേ നീ ആ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവരും കൊടുക്ക. മോളെ, പക്ഷെ അച്ഛനും കൊടുക്ക. ഇത് ദിയമോക്ക്.
മോനെ ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ ഒരു സന്തോഷത്തിനല്ലേ അച്ഛാ? ആ ആ വീട്ടുവാടക 6000 രൂപ. ഇലക്ട്രിസിറ്റി 1553 രൂപ. വാട്ടർ ചാർജ് 330 രൂപ. കേബിൾ TV 150 രൂപ. ഗ്യാസ് ഞാൻ എടുത്ത. അങ്കിളെ എന്നിട്ട് ബാക്കി പറ. ആ അങ്കിൾ എവിടം വരെയാ പറഞ്ഞത്? ആ പരശുരാമൻ തന്റെ കയ്യിലിരുന്ന കോടാലി വെച്ച് ഗണപതി ഒറ്റ വെട്ട് വെട്ടി. അയ്യോ, വെട്ട് ചെന്ന് കൊണ്ടതേ ഗണപതിയുടെ കൊമ്പിലായിരുന്നു. ഗണപതിയുടെ ഒരു കൊമ്പ് മുറിഞ്ഞുപോയി. പാവം ഗണപതി. ഇതറിഞ്ഞ അമ്മ 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 പാർവതി ദേവി അമ്മ ദേ വന്ദനമ്മ. ആ വന്ദനമ്മേ. നീയോടെ വന്ദനമ്മേ, അങ്കിൾ എനിക്ക് കഥകളൊക്കെ പറഞ്ഞുതരായിരുന്നു. നമ്മളെ മുത്തശ്ശിയെ പോലെ അങ്കിളിന് ഒരുപാട് കഥകളൊക്കെ അറിയാം. ഗണപതിയുടെ ഒരു കൊമ്പ് ഇല്ലാതെ ആയിപ്പോയ എങ്ങനെയെന്നറിയാവോ വന്ദനമ്മയ്ക്ക്? ഞാൻ വെറുതെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മോളെ നമുക്ക് അകത്ത് പോയിരിക്കാം. ആ ഇലക്ഷൻ അടുത്ത് വരെയല്ലേ, നിയമസഭാ സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ? അല്ല MLA നമ്മുടെ അടുത്ത ആളാണെന്ന് പറയാലോ. ഇക്കൊല്ലം നിൽക്കാൻ താല്പര്യമില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. അല്ല ജഗനെ പോലുള്ള ചെറുപ്പക്കാര് പൊളിറ്റിക്സിലേക്ക് വരണം, എന്നാലൊരു മാറ്റം ഉണ്ടാവും. ആദ്യം ഒരു ജോലി, പിന്നെ കുറച്ച് നാൾ സ്വസ്ഥമായിട്ട് കുടുംബഭരണം നടത്തണം. ശരിയാ ജഗ, ഈ കുടുംബം കുട്ടികള് അതിൻ്റെ ഒരു സുഖം ഒന്നിനും കിട്ടില്ല. വല്ലാത്ത അവസ്ഥയായല്ലോ. ആ സുചിത്രയുടെ മൊബൈൽ ചാർജ് ചെയ്തത്. മൊബൈൽ ചാർജ്. പ്രകാശേട്ടന്റെ കണക്കുകൂട്ടലൊന്നും തീർന്നില്ലേ ഇതുവരെ? ആ എന്റെ കണക്കൂട്ടലൊക്കെ ഓരോരുത്തർ പൊളിച്ചുകൊണ്ടിരിക്കല്ലേ. നീ എപ്പോന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഉം. അല്ല സുചിത്രയുടെ ഇവിടെ? ആ അകത്ത് കാണും. ഇവിടുത്തെ 2 അടുക്കള സിസ്റ്റം ഒക്കെ മാറിയോ? അത് മാറാൻ വേണ്ടി ചെയ്തതല്ലോ, സമാധാനത്തിന് വേണ്ടി ചെയ്തതല്ലേ. എന്തൊക്കെ പ്രകാശേട്ടൻ പറയുന്നേ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അന്നൊന്നും 2 അടുപ്പ് പൊഞ്ഞിട്ടില്ലല്ലോ. ഞാനും എന്റെ കുടുംബവും ഭാരമാണെന്ന് പറയുമ്പോ അത് മൗനമായിട്ട് കേട്ടിരിക്കാൻ ഈ പ്രകാശനം കിട്ടില്ല. പറയുന്നത് ആരാണെന്ന് കൂടി നോക്കിയിട്ട് വേണം പ്രകാശേട്ട പ്രതികരിക്കാൻ. പ്രകാശേട്ടനെ പോറ്റി വളർത്തിയ അച്ഛനോടാണോ മത്സരിക്കുന്നത്, അതോ അമ്മയോടോ? വന്ദനെ, നിന്നേക്കാൾ കുറച്ചോണം അധികമുണ്ടതുകൊണ്ട് ഞാൻ പറയാം, അച്ഛനും അമ്മയും മക്കളുടെ കാര്യത്തിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. കിട്ടിയ സമ്പാദ്യമെല്ലാം ഒരു മകന് മാത്രം കൊടുക്കുമ്പോ മറ്റു മക്കളുടെ നെഞ്ചു നീറുന്നത് തിരിച്ചറിയണം. ഇനി ഞാൻ വീട് വെച്ച് മാറുന്നത് വരെ തൽക്കാലം 2 പാചകമായിട്ട് തന്നെ പോട്ടെ.
അതൊന്നും ശരിയാവില്ല പ്രകാശേട്ടാ. ശരിയാകും, ശരിയായേ പറ്റൂ. മതി 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 മതി. വന്ന ഉടനെ രണ്ടാളും തുടങ്ങിയോ? തുടങ്ങി വർഷാണ്ടി. ചേച്ചി ഇങ്ങോട്ട് വന്നേ. എന്ത് വില കൊടുത്തിട്ടാണേലും ഈ രണ്ട് അടുക്കള സിസ്റ്റം അധിക നാൾ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി ഇങ്ങോട്ട് വന്നേ. വാ വന്ദനമ്മേ. വാ വാ. എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ഒരു വന്ദനാമ. പണ്ടേ ഞങ്ങളുടെ തറവാട്ടിലും ഓരോ നല്ല കാര്യം വരുമ്പോഴും ഇങ്ങനെ കുടുംബേശ്വരി പൂജ നടത്തുമായിരുന്നു. ഇപ്പൊ അതൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് കുടുംബക്കാരൊക്കെ ഒന്നിച്ച് കാണുന്നത് പൂജ നടക്കുമ്പോൾ. വീട്ടിൽ നിൽക്കുന്ന സാഹചര്യം കൂടി ആവുമ്പോൾ അച്ഛൻ ആ സാഹചര്യം മുതലെടുക്കും. കൂടാതെ അപ്പച്ചിയും വന്നിട്ടുണ്ട്. അപ്പച്ചി പറയുന്നതാ അച്ഛന് വേദവാക്യം. എന്നോട് വന്ദനയോടെ ഉപേക്ഷിച്ചിട്ട് വരാനാ അപ്പച്ചി പറഞ്ഞത്. ആ നിലയ്ക്ക് മനോജിന്റെ കാര്യത്തിൽ എന്ത് നിലപാടാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അളിയ, ഇനി ജോലി കിട്ടുന്നവരെ ഒന്നും കാത്തിരിക്കണ്ട. എത്രയും പെട്ടെന്ന് ഹരിതി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വരണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്നേക്കുമായിട്ട് ദുഃഖിക്കേണ്ടി വരും. കാര്യങ്ങളൊക്കെ ആ രീതിക്ക് മുന്നോട്ട് പോകുന്നത്. ഏയ് വിഷമിക്കണ്ട മനോജ്. ഇവിടെ വിഷമിച്ച് തളർന്നിരിക്കുകയല്ല വേണ്ടത്. ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. കുഞ്ഞിനെ നശിപ്പിച്ചത് വന്ദനേച്ചയാണെന്ന തെറ്റിദ്ധാരണയാ ഇതിനെല്ലാം പ്രശ്നം. വന്ദനേച്ചയല്ലല്ലോ. അതെത്ര പറഞ്ഞിട്ടും ഹരിത കേൾക്കുന്നില്ല. ഞാനും ഒരുപാട് പറഞ്ഞു നോക്കി. ഹരിത കുഞ്ഞിനെ നശിപ്പിച്ചത് വന്ദനയാണെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുക. നോക്കാം, എല്ലാം എപ്പോഴെങ്കിലും മാറുമായിരിക്കും. മാറും. എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? നീ എന്തിങ്ങനെ വേർക്കുന്നേ? ഒന്നുമില്ല ചേച്ചി. നീ ഇത് കുടിച്ചി. എന്താ മോളെ, എന്തോ നിനക്കെന്നോട് പറയാനുണ്ടല്ലോ? ഒന്നുമില്ല ചേച്ചി. ഇല്ല, നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. മോള് പറ. ചേച്ചി, ഏട്ടൻ
എന്റെ മോളെ വിക്രം നിന്നെ ഉപദ്രവിക്കോ? ഇല്ല ചേച്ചി, പിന്നെ ഏട്ടൻ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഒരു പക്ഷേ. അറിയാം, എന്താ ചേച്ചി അനിയത്തെ തമ്മിലൊരു ഡിസ്കഷൻ? എന്താ? ഒന്നുമില്ല ഏട്ടാ. അതെന്നോ? സത്യമായിട്ടും ഒന്നുമില്ല ഏട്ടാ. എങ്കിൽ ഞാൻ പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത കാര്യം ഞാൻ പറയട്ടെ.